കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഡംപിംഗ് യാർഡിൽ അഗ്നിബാധയിൽ നശിച്ച പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് 2 വർഷമായിട്ടും പുനഃസ്ഥാപിച്ചില്ല. അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം തേടിയുള്ള പോലീസിന്റെ അന്വേഷണവും എങ്ങുമെത്തിയില്ല. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ മലയിൻകീഴ് കുമ്പളത്തുമുറിയിലെ ഡംപിംഗ് യാർഡിൽ 2022 ജൂൺ 12-നാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെയുണ്ടായ അഗ്നിബാധയിൽ വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു. പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റും ഷെഡുമാണ് പ്രധാനമായും കത്തിയമർന്നത്. ഇതേ തുടർന്ന് പ്ലാസ്റ്റിക് മാലിന്യ സംഭരണവും സംസ്കരണവുമെല്ലാം താളം തെറ്റി. പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് വൈകാതെ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു അഗ്നിബാധയ്ക്ക് ശേഷം മുനിസിപ്പൽ അധികൃതർ പ്രഖ്യാപിച്ചത്. എന്നാൽ 2 വർഷമാകുമ്പോഴും തീരുമാനം നടപ്പായിട്ടില്ലെന്ന് മാത്രം. സാമ്പത്തിക പ്രശ്നമാണ് മുനിസിപ്പാലിറ്റിയെ ബാധിച്ചത്. ഷ്രെഡിംഗ് യൂണിറ്റിന് 1 കോടിയിലേറെ രൂപ വില വരുമെന്നാണ് അന്ന് കണക്കാക്കിയിരുന്നത്. ഇത്രയും വലിയ തുക കണ്ടെത്താൻ മുനിസിപ്പാലിറ്റിക്ക് എളുപ്പമായിരുന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാതെ തരംതിരിച്ച് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. തീപിടുത്തം അട്ടിമറി മൂലമാണെന്നും സംശയിച്ചിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട മുനിസിപ്പൽ അധികൃതർ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല. അഗ്നിബാധയുടെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.